എഡിറ്റ് വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തോരാ മഴയായിട്ട് ഭയങ്കര മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുക. കേൾക്കാമെന്ന് അറിയത്തില്ല, തൊള്ളി തോന്നിട്ടില്ല. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു രക്ഷയില്ലാത്ത മഴയാട്ടോ. എല്ലായിടത്തേക്കും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് ഇന്നൊരു അടിപൊളി ഒരു റെസിപ്പി കാണാം. ഇത് നമ്മുടെ റോബസ്റ്റ പഴം. കഴിഞ്ഞ ദിവസം കൊല വെട്ടിയത് കണ്ടില്ലായിരുന്നോ? അപ്പോൾ ഇതാട്ടോ, ഇത് നമ്മുടെ ജൈവവളം മാത്രമായിട്ട് കൃഷി ചെയ്തെടുത്ത് നമ്മുടെ ഇതാട്ടോ, വേറെ ഒരു വിഷമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്നാലും നമുക്കൊരു വിഷയം വന്നു, ഈ എല്ലാവർക്കും ചുമയും പനിയൊക്കെ ആയിട്ടിരിക്കുമ്പോഴേ ആ ഒരു സീസണിലല്ല നമുക്കിത് കിട്ടിയത്. അപ്പോൾ ഇത് ഒത്തിരി അങ്ങ് മഴക്കാലത്ത് ഇങ്ങനെ പഴമായിട്ട് തന്നെ കഴിക്കാൻ നമുക്ക് പറ്റില്ല. ഇത് കഴിക്കുമ്പോഴത്തേക്കും ചുമ തുടങ്ങും. പൊന്നിനൊക്കെ കാര്യം പറഞ്ഞ് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം, പക്ഷെ ഭയങ്കര ചുമയാണ്. അപ്പം നമുക്കൊരു ഇതുകൊണ്ടൊരു അടിപൊളി റെസിപ്പി ഇന്ന് ഉണ്ടാക്കിയെടുക്കും. അപ്പം ഇതെല്ലാം ഒന്ന് പൊളിച്ച് നമുക്ക് നമ്മുടെ മിക്സിയിലൊക്കെ ഇട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് പഴുത്തു കിട്ടൊക്കെണ്ടാവും. അതിയൊന്ന് കറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ചീത്തയായി പോയാൽ നമ്മൾ ഇത്ര അപ്പോൾ ഇത് നമ്മുടെ പഴം ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 6-7 പഴം എടുത്തിട്ടുണ്ടേ. നമുക്ക് ഈ റോബസ്റ്റ പഴം കൊണ്ട് മാത്രമല്ല, ബാക്കി നേന്ത്രപ്പഴം കൊണ്ടും പാളയംകുടപ്പഴം അതുപോലെ ഞാലിപ്പൂവൻ ഇതും കൊണ്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇതൊന്ന് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനെടുത്ത് വെച്ചിട്ടാട്ടോ ഈ പഴം ഒന്ന് അരച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതിന് ചെറിയൊരു കറുകൽ പോലെ വരുവേ. ബാക്കി ഇൻഗ്രീഡിയൻസ് എടുത്തേക്കണതാ തേങ്ങയും ശർക്കരയും പിന്നെ ഒരു സ്പൂൺ ഏലക്കയും ജീരകം പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മുടെ റോബസ്റ്റ പഴത്തിന് ഓൾറെഡി മധുരം കുറവാണ്. അപ്പം അതിൻ്റെ ആവശ്യത്തിന് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് മധുരമൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ചേർക്കുന്നത് റവയാണ്. വറുത്തതോ വറക്കാത്തോ ചേർക്കാട്ടോ. ഇതിന്റെ ക്വാണ്ടിറ്റി പറയണില്ല, നമ്മുടെ പഴം എടുത്ത ഇതനുസരിച്ചാണ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഒരൈറ്റം കൂടെ വേണം, നമ്മുടെ പുട്ടുപൊടി ഒരു കുറച്ച്. നമ്മുടെ കൺസിസ്റ്റൻസി ഒന്ന് ഇളക്കി നോക്കാം. ഇപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടി. ഇപ്പം എല്ലാവർക്കും ഏകദേശം നമ്മുടെ ഐറ്റം മനസ്സിലായി കാണും അല്ലേ? അത് തന്നെ എന്താണെന്ന് അറിയാമോ, നമ്മുടെ കുമ്പിളപ്പം, ചക്ക വെച്ചുള്ള കുമ്പിളപ്പം ഇല്ലേ, അതുപോലെ തന്നെ നമ്മുടെ പഴം വെച്ചോളാം. ഇത് നമ്മുടെ റോബസ്റ്റ പഴം കൊണ്ട് ചെയ്യാം, അത് പിന്നെ പാളയംകുടൻ, ഞാലിപ്പൂവൻ, ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഏകദേശം നമ്മുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒത്തിരി ടൈറ്റായിട്ട് വേണ്ട. ഒത്തിരി ടൈറ്റായിട്ട് വരുമ്പോൾ നല്ല തിക്കായിട്ടിരിക്കും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ ഇത്തിരി ലൂസായിട്ടിരിക്കണം. നമ്മുടെ ബാറ്റർ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഉപ്പൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഒക്കെ പാകത്തിന് മധുരമൊക്കെ ഉണ്ട്. ആവശ്യത്തിന് നമ്മുടെ മധുരമൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ചിലർക്ക് മധുരം കൂടുതൽ വേണമായിരിക്കും, ചിലർക്ക് കുറവ് മതി. ഓൾറെഡി പഴത്തിന് മധുരം കുറവായതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഇടനേല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇടനേല എന്ന് പറയും, വഴനേല എന്ന് പറയും, ഇങ്ങനെ പല പേരുകളുണ്ടല്ലേ. ഇതില്ലാത്തവർ വാഴയിലയിലും പിന്നെ മട്ടയിലയിലും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഉണ്ടാക്കണ ഈ ഇല തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ അല്ലേ. ആ ഇല അങ്ങ് ഇതങ്ങ് തിളച്ചൊരു വെന്ത് വരുമ്പോൾ ആ ഇലയുടെയൊക്കെ ഒരു മണം, ആ ഇലയുടെ ഒരു മണം കൂടെ പിടിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടണത് അല്ലേ. മഴയായതുകൊണ്ട് വലിയ അഴുക്കൊന്നും ഇലയിലില്ല, എന്നാലും നമ്മളത് തുടച്ചു കൊടുക്കും. നമ്മുടെ ഈ റോബസ്റ്റ പഴം ഇന്ത്യൻ ഒറിജിനല്ല, നമ്മുടെ ഫിലിപ്പിനോ ബനാന, കാവൻഡിഷ് ബനാന എന്നൊക്കെയാണ് അത്, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. എന്നാൽ ഇന്ന് ഇത് നമ്മുടെ നാട്ടിൽ ഏറെ സുലഭമാണ്. മാഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ വൈറ്റമിൻ മിനറൽസുകളുടെ കലവറയാണ് നമ്മുടെ റോബസ്റ്റ പഴം. അതിനാൽ തന്നെ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ദിവസം ഒരു 4-5 ബനാന റോബസ്റ്റ പഴം കഴിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. ഞാൻ ചെറിയ ഇലയാണ് തപ്പുന്നത്, ചെറുതിനാണ് ഇവിടെ ഡിമാൻഡ്. എഡിനും പൊന്നൂസിനും ചെറുത് വേണം, അതുകൊണ്ട് ഞാൻ ചെറുത് തപ്പി എടുക്കും കേട്ടോ. എന്താ വാ, നമ്മുടെ പൊന്നൂസ് ഉറക്കാറുന്നേ, നല്ല മഴയല്ലേ, അതുകൊണ്ട് ഞാൻ പൊന്നൂസിനെ ഉറക്കായിരുന്നു. ഇങ്ങ വന്നേ, അമ്മയുടെ മുത്തിങ്ങ വന്നേ.
ചക്കരക്കുട്ടി വരട്ടെ. അമ്മ ഇവിടെ ഒരു സൂത്രം ഉണ്ടാക്കും അമ്മയുടെ പൊന്നിനെ. കേട്ടോ, വരുന്നുണ്ടേ വരുന്നുണ്ട് എന്റെ മുത്തുമണി വരുന്നുണ്ട്. ഈശോപ്പേ എന്റെ ദൈവമേ, ഇതാരാന്ന് നോക്കിയേ, ഇതാരാന്ന് നോക്കി. ഇതെല്ലാം ഉണ്ടാക്കണേ അമ്മ? ചക്കയാടാ. നല്ലാണോ? നല്ലാണോ? ഒങ്ങിയോ നന്നായിട്ട്? കണക്കാണ്ട് ഒങ്ങിയോ? അപ്പൊ അതെ നമ്മുടെ ലാസ്റ്റത്തെ ആയിട്ടോ. ബാക്കിയെല്ലാം ഒന്ന് ഇലയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ പൊന്നൂസ ചെയ്യണ്ടേ? തീ കത്തിക്കണം. തീ കത്തിച്ച് അടുപ്പേ വെക്കണം അല്ലേ? വെച്ചാലോ? അപ്പൊ നമ്മുടെ പഴമൊന്നും കഴിക്കില്ലാത്ത മക്കളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗാട്ടോ ഇതാണ്. അപ്പൊ എല്ലാരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ ആവി പൊങ്ങണുണ്ടോ? മണവും ഇടനേലയുടെ മണം. ഞാൻ ചൂടാറാൻ വേണ്ടി ഒന്ന് എടുത്തു വെക്കണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻസ് ഇടുക. അതുപോലെ തന്നെ വീട്ടിൽ പഴമൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടണം കേട്ടോ. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ബൈ.